ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റോസ ഇതള് കൊണ്ട് എങ്ങനെ തലയിൽ ചൂടാൻ പറ്റിയൊരു മാല കോർക്കാം എന്നതാണ്. അതിനായി 3-4 വലിയ റോസാപ്പൂക്കൾ എടുക്കുക. അതിനെ ഇതളുകൾ സ്പ്ലിറ്റ് ചെയ്ത് അതിലെ വലിയ ഇതളുകൾ മാത്രം തരംതിരിച്ച് വെക്കുക. എന്നിട്ട് റോസയുടെ കമ്പിൽ നിന്ന് ഒരു ചെറിയ തണ്ടെടുത്തിട്ട് ഒരു സൂചിയും നൂലും എടുക്കുക. നമ്മുടെ സാധാരണ തയ്ക്കുന്ന നൂലായാലും മതി, അല്ലെങ്കിൽ മാല കോർക്കുന്ന നൂലാണെങ്കിലും മതി. വലിയ സൂചി ആയിരിക്കണം, അത്യാവശ്യം വലുപ്പമുള്ളത്. അതിൽ ഈ പച്ചത്തണ്ട് ആദ്യം കയറ്റുക. അതിനുശേഷം റോസ ഇതളെടുത്തിട്ട് 3ആക്കി മടക്കി, വലിയ റോസ ഇതളായതുകൊണ്ട് 3ആക്കി മടക്കി അതിൻ്റെ എൻഡിൽ വെളുത്ത ഭാഗം കാണുന്ന ഭാഗം ഫ്രണ്ടിലോട്ടാക്കി ഇങ്ങനെ ഓരോ സൈഡ് തിരിച്ച് റൗണ്ട് ചെയ്തിട്ട് ഇതിങ്ങനെ മടക്കി സൂചിയിൽ കോർക്കുക. കോർത്ത് കുറച്ചാവുമ്പോഴേക്കും പതുക്കെ അങ്ങോട്ട് നൂലിൻ്റെ അറ്റത്തോട്ട് കൊണ്ടുവരിക. അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൽ സൂചി കുത്തി വെച്ചിട്ട് ഇതേപോലെ തന്നെ എളുപ്പത്തിൽ 2 കൈ ഉപയോഗിച്ച് നമുക്ക് ഇതളുകൾ ഇങ്ങനെ കുത്തി വെക്കാവുന്നതാണ്. ഇതാവുമ്പോൾ കുറച്ച് കൂടുതൽ എളുപ്പമാണ്. മറ്റേത് കുറച്ചധികം ബുദ്ധിമുട്ടാണ്, ഒരു കൈ വെച്ച് തന്നെ നമ്മൾ ചെയ്യണ്ടേ. ഇതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാല കോർത്ത് കഴിഞ്ഞു. അതിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു പച്ചത്തണ്ട് കഷ്ണം കോർക്കുക. എന്നിട്ട് സൂചി വെച്ച് തന്നെ ആ എൻഡിലും ഒരു കെട്ടിട്ട് വെക്കുക. മുല്ലപ്പൂമാല ഇഷ്ടമില്ലാത്തവർക്കും അതേപോലെ അതിൻ്റെ സ്മെല്ല് പിടിക്കാത്തവർക്കും ഒക്കെ ഈ മാല നല്ലതാണ്. അതേപോലെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നല്ല കളർഫുൾ ഡ്രസ്സ് ഇടുന്നവർക്കൊക്കെ ഇത് നന്നായി ചേരും. ഇത് ചൂടിയിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, കൊള്ളാമോ?